എനിക്ക് മോളെ മുറിവരെ ഒന്ന് കൊണ്ടുപോകാലോ അല്ലേ? കളിയാക്കല്ലേ മാഡം. വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നതിനേക്കാളും എത്രയോ ഇരട്ടി മാഡത്തിന്റെ മോള് മാഡത്തിന്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. മോളി വാ. അയ്യോ, അമ്മ ഇങ്ങനെ ഞങ്ങളെ സന്തോഷിപ്പിക്കല്ലേ. ഞങ്ങൾ സന്തോഷിച്ച് ചിലപ്പോ ആകാശത്തിലേക്കങ്ങ് പറന്ന് പൊങ്ങിപ്പോയാലോ? ഇതെങ്ങനെ സാധിക്കും അമ്മേ? ഞാൻ കാണിച്ചു തരാം. മോനെ നവീനെ, നമുക്ക് കാണാടാ. ആ രണ്ട് ഓ മൂന്നേ. മുത്തശ്ശി, ഒന്നിനു പുറകെ ഒന്നായി മൂന്ന് സംഭവിച്ചു കഴിഞ്ഞാ ഉടനെ ഇറങ്ങണോന്നല്ലേ പറയാറ്? അങ്ങനെ ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? അല്ല, വേറൊന്നുമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ പറഞ്ഞതാ, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങിയാലോ? എന്റെ ജീവിതത്തിലെ എത്ര നിർണായകമായ ദിവസമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ഈ മേക്കപ്പും ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? എന്നെ ഈ കോലത്തിൽ കണ്ട ആർക്കും ഇഷ്ടാവാനാ? ഒരു കുഴപ്പമില്ല മോളെ. മമ്മിയുടെ മോളെ കണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. അല്ലെങ്കിലും വെറും മേക്കപ്പ് അല്ലല്ലോ ഗാഥാ ശ്രീനിവാസിന്റെ മാർക്ക് തീരുമാനിക്കുന്നത്. താങ്ക് യു മമ്മി. അവര് വരാറായോ? അവരിപ്പോ എത്തും. അവര് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പലരും പല സ്വഭാവക്കാരാ. കള്ളത്തരം നമ്മളാണ് കാണിക്കുന്നത് നല്ല ഓർമ്മ വേണം. അറിയാം മമ്മി. ഈ കളിയുടെ ഗൗരവവും ദോഷവും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ വേറൊരു കാര്യം. എന്താ? ഒരു കാരണവശാലും ഇനി നവീനോട് ചെറുതായിട്ട് പോലും പിണങ്ങാൻ പാടില്ല. മോളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റു വരുമെന്ന് കരുതിയിരിക്കുന്ന കുറെ പേരുണ്ട് അവിടെ. അവർക്കൊരു അവസരം കൊടുക്കരുത്. ഞാൻ അവളുടെ രൂപമാണ്. ദേ, അവളുടെ പാറ്റേണിലുള്ള ഡ്രസ് ഇട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ ആ മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടത്? മോളെ, അങ്ങനെയൊന്നും പറയരുത്. അവര് മണ്ടന്മാരായതുകൊണ്ടൊന്നും അല്ല. അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പെൺകുട്ടിയെ അവർ സംശയിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ സൂക്ഷിച്ചു നോക്കാത്തത്. കഷ്ടപ്പെടുന്നതിന് ഫലം ഉണ്ടാകും ഗാഥ മാഡം. ഇപ്പൊ തന്നെ കൃഷ്ണന്റെ ഡ്രസ്സിന്റെ സെയിം പാറ്റേൺ കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര ബുദ്ധിമുട്ടിയെന്നോ അല്ലേ മാം? പിന്നെ കട അന്വേഷിച്ച് അവസാനം നമ്മൾ തന്നെ ഒരു കട തുടങ്ങേണ്ട അവസ്ഥയായി. വരട്ടെ വരട്ടെ. അവര് വരുന്ന നിമിഷം തന്നെ അവളോട് ഇവിടുന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞേക്കണം. അതെന്തിനാ? മമ്മി, ഒരാള് ജോലി എടുക്കാൻ വന്നു കഴിഞ്ഞാ അതിനുള്ള പ്രതിഫലം കൊടുക്കണം. അത് കഴിഞ്ഞാ ഒരു കമ്മിറ്റ്മെന്റും അവരുമായിട്ട് നമുക്ക് ആവശ്യമില്ല. എന്തായാലും അവളെ ഇറക്കി വിടുന്നതിന് മുന്നേ എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതൊക്കെ വേണോ മാഡം? അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴല്ലേ കളരിക്കൽ നിന്ന് വന്നിട്ടുള്ളവര് കൂടുതൽ ശ്രദ്ധിക്കുക, അല്ലേ മാം? കൃഷ്ണയുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ബാക്കി ചെയ്യേണ്ടത് മോളാ. തൽക്കാലം നവീന്റെ കാര്യങ്ങൾ വീഴ്ച വരുത്താതെ നോക്കണം. അത് സേഫായി കഴിഞ്ഞാൽ മോൾ ആഗ്രഹിക്കുന്ന എന്ത് നടത്തിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേട്ടോ? അവരെത്തിയെന്നാ തോന്നുന്നേ. മോള് തൽക്കാലം ഇവിടെ തന്നെ മറിഞ്ഞിരിക്കെ. സിനി, വന്നേ. വരൂ, എല്ലാരും വരൂ. വരൂ, ഇരിക്കും. ഇരിക്കുന്നേ. ഇവിടെ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ സിത്താരെ? അല്ലാതെ വേറെ ആരുണ്ടാവനാ? ഇതെന്ത് ചോദ്യം നന്ദേട്ടൻ ഈ ചോദിക്കുന്നേ? ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് നന്ദേട്ടൻ അറിഞ്ഞൂടെ? അതറിയാം. ഇന്നത്തെ ദിവസത്തില് ജോലിക്ക് വേണ്ടി വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ ഉള്ളൂ. എന്നാ പിന്നെ
അച്ഛനതൊക്കെ നേരെ ചോദിച്ചാ പോരെ. ആ അച്ഛന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണിയുണ്ട്. നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങ് സംസാരിച്ചു കളയും. സിനി, എല്ലാവർക്കും ജ്യൂസ് എടുത്തിട്ടോ. ശരി മാം. ഗാതമോളെ ഇങ്ങ വാ. അതാന്നേ ഞാനും ശ്രദ്ധിച്ചത്. സാധാരണ സിത്താരാമാം അടുത്ത് വന്നാലേ ഗാഥാമാടം ആ പരിസരത്തൊന്നും മാറാത്തതാ. ആ? എന്ത് ചെയ്യാനാ മാണിക്കുഞ്ഞ്, പതുക്കെ പതുക്കെ എന്റെ മോക്ക് എന്നോടുള്ള സ്നേഹം അങ്ങ് കുറഞ്ഞു തുടങ്ങി. ഓ, മക്കൾക്ക് സ്നേഹം കുറയണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി മോശമാകണം. അതെ, ഇന്ന് നന്ദേട്ടന് ഉദാഹരണങ്ങൾ പറച്ചിൽ കൂടുതലാണല്ലോ. എന്താ ഉദ്ദേശം? ഈ ഉദാഹരണം എന്നൊക്കെ പറയുന്നത് കൃത്യമായ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോഴാ അതിന് വിലയുണ്ടാകുന്നത്, അല്ലേ സിത്താരെ? ആ യെസ് യെസ്. അതെ, ഇത്തരം തർക്കങ്ങൾ നമുക്ക് ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ടെൻഷനില്ല നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മാഡം, സാറിന് പേടിയാ. ഈ പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കുറച്ചധികം ചിരിച്ചു കഴിഞ്ഞാല് അന്ന് തന്നെ കരയേണ്ടി വരുമെന്ന്. സാറിനിപ്പോ അതിനൊക്കെ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. എടോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെറുതാണെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവിടെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ സൂക്ഷിച്ചെന്താ കുഴപ്പം? അത് നവീൻ പറഞ്ഞ കറക്റ്റാ. ഗാഥമോളെ, അമ്മ മോക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. നവീൻ, എനിക്ക് മോളെ മുറി വരെ ഒന്ന് കൊണ്ടുപോകാലോ അല്ലേ? കളിയാക്കല്ലേ മാഡം. വിവാഹം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നതിനേക്കാളും എത്രയോ ഇരട്ടി മാഡത്തിൻ്റെ മോള് മാഡത്തിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. ശരി, സമ്മതിച്ചു. മോളി വാ. എന്റെ ദൈവമേ, ഇതെങ്കിലും നല്ല രീതിയിൽ ഒന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. അവളെവിടെ മമ്മി? നീ മനസ്സറിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ. ഒരുങ്ങുന്നത് ഞാനല്ലല്ലോ, ഗാഥാ ശ്രീനിവാസല്ലേ. അപ്പോ കുറയ്ക്കാൻ പറ്റുമോ?